നമസ്കാരം. ഭൂമിയിലെ വൈകുണ്ഠം തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം. ഈ പുണ്യഭൂമിയിൽ ഒരിക്കലെങ്കിലും എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ഭക്തരും. ഒരിക്കൽ എത്തിച്ചേരുകയാണ് എങ്കിൽ വീണ്ടും വീണ്ടും ഭഗവാന് സമക്ഷം എത്തണം എന്ന് വല്ലാത്ത ഒരു ആഗ്രഹം ഏവർക്കും തോന്നും. പലരും ഗുരുവായൂരിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ചാൽ പോലും പലപ്പോഴും ആ ആഗ്രഹം സാധിക്കാതെ നീണ്ടു പോകുന്നതായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. പലർക്കും ഇപ്രകാരവും സംഭവിക്കാം. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങളുടെ കുടുംബത്തിന് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും കടന്നു വരുന്നതിന് സഹായകരമായി തീരും. അടുത്ത തവണ ഗുരുവായൂരിൽ ദർശനം നടത്തുമ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഏവരും ശ്രദ്ധിക്കുക. ഏവരും ഒരു നിമിഷം ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രേഖപ്പെടുത്തി ഭഗവാനെ ഏവരും വന്ദിക്കുക. നിർമ്മാല്യ ദർശനം നടത്തുക എന്നത് ഏറ്റവും വിശേഷമാണ്, അല്ലെങ്കിൽ പുണ്യകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ നിർമ്മാല്യ ദർശനം പ്രത്യേകിച്ചും വ്യാഴാഴ്ച ദിവസം നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ, അതായത് വ്യാഴാഴ്ച നിർമ്മാല്യ ദർശനം നടത്തുന്നത് ഇരട്ടി ഫലമാണ് നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പലവിധ തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാകാം. തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നവർ തന്നെയാണ് ഏവരും. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതായ അത്തരം ദുരിതപൂർണമായ കാര്യങ്ങൾ, തെറ്റുകുറ്റങ്ങൾ ഭഗവാൻ തന്നെ ക്ഷമിക്കുകയും നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി നൽകി ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും എന്നാണ് പറയുക. അതിനാൽ അനുഭവിച്ചു പോരുന്നതായ ദുഃഖ ദുരിതങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും അകലുവാൻ സഹായകരവുമാണ് ഈ ദർശനം. അതിനാൽ ഈ ദർശനം, അതായത് നിർമ്മാല്യ ദർശനം നടത്തുന്നതിലൂടെ ഒരു ഭക്തയ്ക്ക് ഇത്തരത്തിലുള്ള അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഇന്ന് പലരും അനുഭവിക്കുന്നതായ ഒരു പ്രശ്നം തന്നെയാണ് കുടുംബപരമായ പ്രശ്നങ്ങൾ. ചിലർക്കത് കുടുംബ പ്രാരാബ്ധങ്ങളാകാം. എത്ര തന്നെ ചെയ്തിട്ടും അത് ഫലപ്രാപ്തിയിൽ എത്താത്തതായ സാഹചര്യം പലർക്കും ഉള്ളതുമാണ്. ഇപ്രകാരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം പ്രയാസങ്ങൾ ഇപ്രകാരം ദർശനം നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതാണ്. അതിനുള്ള വഴികൾ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ നിർമ്മാല്യ ദർശനം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. സാധിക്കുന്നവർ ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അതിൽ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തലേന്ന് വ്രതം എടുത്തതിന് ശേഷം ദർശനം നടത്തുക എന്നുള്ളതാണ്. ഇപ്രകാരം നിർമ്മാല്യ ദർശനം നടത്തുന്നത് അതിവിശേഷം തന്നെയാകുന്നു. സാധിക്കുമെങ്കിൽ 2 അല്ലെങ്കിൽ 3 ദിവസമോ വ്രതമെടുക്കുക. ഇപ്രകാരം ദർശനം നടത്തുന്നത് ഇരട്ടി ഫലം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അതിനാൽ തീർച്ചയായും സാധിക്കുന്ന ഏവരും ഇപ്രകാരം ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കണം. എന്നാൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂരിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഒരിക്കലും ദുഷ്ചിന്തകൾ മനസ്സിൽ പാടില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കണം എന്ന ചിന്തയാൽ ദർശനം പാടുള്ളതല്ല. ശരീരശുദ്ധിയും മനഃശുദ്ധിയും നിങ്ങൾക്ക് അനിവാര്യം തന്നെയാണ്. ഭഗവാനിൽ പൂർണ്ണമായ വിശ്വാസവും നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യവും തീർച്ചയായും ഗുരുവായൂരിൽ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ തന്നെയാണ്. ഒരു വ്യക്തിക്ക് പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പല വിധത്തിലും വീടിനായി ശ്രമിച്ചിട്ടും നടക്കാത്തതായ വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ, അഥവാ വീട് വയ്ക്കുവാനോ വാങ്ങുവാനോ പ്രയാസപ്പെടുന്നവരാണ് നിങ്ങൾ എങ്കിൽ വാഗച്ചാർത്ത് തൊഴുന്നത് ഉത്തമമാണ്. ഇപ്രകാരം നിങ്ങൾ ദർശനം നടത്തുന്നത് നിങ്ങൾക്ക് വീട്
അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു. ചിലർക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാകാം. എങ്ങനെയെങ്കിലും ഈ തർക്കങ്ങൾ ഒഴിയണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് പലരും. അത്തരം വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും വാഗചാർത്ത് തൊഴുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ പല വിധത്തിലുമുള്ള വഴികൾ തെളിയും എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും വാഗചാർത്ത് തൊഴുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർക്ക് രോഗദുരിതങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്നവരാണ്. പല വിധത്തിലും രോഗദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ബാധിക്കുകയും അത് അവരുടെ ജീവിതത്തെ പ്രതികൂലമായി ഭവിക്കുന്നതായ സാഹചര്യങ്ങളും ഉണ്ടായി എന്ന് വരാം. ഇത്തരം വ്യക്തികൾക്ക് ഏറ്റവും ഉത്തമം തന്നെയാണ് ശംഖാഭിഷേകം. വാസ്തു സംബന്ധമായ ദോഷങ്ങൾ അകലുവാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഉയർച്ച തടസ്സപ്പെട്ടിരിക്കുന്നതായ ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾ നവകാഭിഷേകം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നു. ആ വീടുകൾക്ക് സമ്പൽ സമൃദ്ധി വന്നു ചേരുകയും ഇത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതിനും അത് സഹായകരം തന്നെയാകുന്നു. കൂടാതെ എതിരേറ്റ് പൂജ കാണുന്നതും ഇതിൽ പങ്കുചേരുന്നതും സ്ത്രീജനങ്ങൾക്ക് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. സ്ത്രീജനങ്ങൾക്ക് ആടയാഭരണങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്നതിനും ഉത്തമം തന്നെയാണ് ഇപ്രകാരം ചെയ്യുന്നത്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുമ്പോൾ ഈ കാര്യങ്ങൾക്കായി തീർച്ചയായും ശ്രമിക്കേണ്ടതാകുന്നു. ഭഗവാന് ഏറ്റവും വിശേഷമായി കണക്കാക്കുന്ന മറ്റൊന്ന് പ്രദക്ഷിണം തന്നെയാണ്. അതിൽ പ്രധാനമായും കണക്കാക്കുന്നത് 21 പ്രദക്ഷിണം അഥവാ ഒറ്റയടി പ്രദക്ഷിണമാണ്. നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. നാമജപം നടത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇപ്രകാരം പ്രദക്ഷിണം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഭഗവാന് 4, 7, 21 പ്രദക്ഷിണമാണ് കണക്ക്. ഇതിൽ ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നത് 21 അടി പ്രദക്ഷിണം തന്നെയാകുന്നു. ഈ ഒറ്റയടി പ്രദക്ഷിണം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ടതായ മാറ്റങ്ങൾ കടന്നു വരും എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് ഒറ്റയടിയും പുരുഷന്മാർക്ക് ശയന പ്രദക്ഷിണവുമാണ് നടത്തേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല വിധത്തിലും പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടാകാം. അത് തലമുറ വരെ നീണ്ടു നിൽക്കുന്നതായ ദോഷമാകാം, അല്ലെങ്കിൽ മുൻപത്തെ തലമുറ ചെയ്തിരിക്കുന്നതായ പാപമാകാം. ഇപ്രകാരം 3 തലമുറയായി ചെയ്ത പാപമാണ് 21 പ്രദക്ഷിണത്തിലൂടെ, ഒറ്റയടി പ്രദക്ഷിണത്തിലൂടെ അഥവാ പ്രദക്ഷിണത്തിലൂടെ ഇല്ലാതാവുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലമായി ഭവിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുവാൻ സാധിക്കും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഭഗവാനെ അഥവാ ഗുരുവായൂരപ്പനെ തൊഴുന്നതിന് മുൻപ് ആദ്യം ക്ഷേത്രത്തിലെ ഗണപതി പ്രതിഷ്ഠയെ നിങ്ങൾ തൊഴേണ്ടതാകുന്നു. ഗണപതി ഭഗവാനെ തൊഴുത് നിങ്ങൾക്ക് സാധിക്കുന്നതായ വഴിപാട് എന്താണോ ആ വഴിപാട് നടത്തിയതിന് ശേഷമാണ് ഈ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുവാൻ. ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ കാര്യ തടസ്സങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ നിന്നും അകലുക. ഇത് പലരുടെയും അനുഭവം തന്നെയാണ്. എന്നാൽ ഗുരുവായൂരിൽ ദർശന പുണ്യം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കണം എങ്കിൽ, മമ്മിയൂർ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തണം എന്നുള്ളതാണ്. അതിനാൽ ഈ കാര്യവും ശ്രദ്ധിക്കുക. അതിനാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ദർശനം നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ദർശനം നടത്തുന്നതിലൂടെ തീർച്ചയായും ഭഗവാൻ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും.